നമസ്കാരം. വഞ്ചനയുടെ ആഘോഷം, വിജയന് ഒറ്റയ്ക്ക് തിന്നാനുള്ള വല്ലാത്ത പൂതി. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. സന്തോഷം, നല്ലത് തന്നെ. നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ആഗോളതലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയല്ലോ. അതിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സന്തോഷത്തിലാണ്, അഭിമാനത്തിലുമാണ്. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെയും അയാളുടെ പ്രവർത്തനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കുന്നത് തനി ആഭാസമാണ്, തന്തയില്ലാത്തരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുന്നതും പിന്നിട്ട വഴികൾ, പോയ കാലം, ഇവയൊക്കെ ഓർമ്മിക്കുന്നതും നല്ലതാണ്. പിണറായി, നിങ്ങൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും, ഇനി ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തും പറയാതിരുന്നാലും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയുള്ളൂ. നിങ്ങളെ ജനം പുച്ഛിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾക്കും നിങ്ങളുടെ ഈ സർക്കാരിനും ഇല്ലാത്തത് ഖേദകരമാണ് എന്ന് പറയട്ടെ. 2015 അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. 2023 ആദ്യഘട്ടം പൂർത്തിയായി. 2024 ജൂലൈയിൽ ട്രയൽ റൺ. ഡിസംബർ 3 കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ്. ഇന്നിതാ ഇവിടെ ഉത്സവ പ്രതീതിയിൽ കമ്മീഷനിങ് നടത്തിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി നിങ്ങൾ ഈ പത്രത്തിൻ്റെ തലക്കെട്ട് വാചകം ഒന്ന് നോക്കുക. കടൽക്കൊള്ള, മത്സ്യബന്ധനത്തിന് മരണമണി, കടലിന് കണ്ണീരിൻ്റെ ഉപ്പ് തുടങ്ങിയ തലക്കെട്ടുകൾ നിരത്തിയത് അന്നത്തെ ദേശാഭിമാനി. ഇന്ന് ഇവരെല്ലാം ചേർന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നു എന്നുള്ള വിരോധാഭാസം കാണാം. അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞുമാരാകുന്നു. തൊലിക്കെട്ടി അപാരം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അല്ലാതെ ഇതിനെ എന്തു പറയാൻ? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ ശക്തമായ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കേരളത്തിലെ സാമാന്യ ജനത്തിന് നന്നായി അറിയാം. അതൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് അന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ UDF-നെതിരെ 6000 കോടിയുടെ അഴിമതി ആരോപിച്ച പിണറായി വിജയൻ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നടത്തിപ്പുകാരനാകുന്നു. എല്ലാം ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് താനെന്ന ഭാവത്തിൽ ജനത്തിനെ അഭിമുഖീകരിക്കുന്നു. നാണമില്ലേ പിണറായി നിങ്ങൾക്കിങ്ങനെ ചെറുതാകാൻ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിൻ്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ജനത്തിന് നന്നായി അറിയാം എന്നുകൂടി പറയട്ടെ. അത് അറിയാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നിവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ചവരെ ഇങ്ങനെ തമസ്കരിക്കുന്നത് ശരിയാണോ? ഇനി നിങ്ങൾ എത്രയൊക്കെ മറച്ചു വച്ചാലും മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ജനം മറക്കില്ല എന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ പദ്ധതികളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവരുടെയോ അവരുടെ പാർട്ടിയുടെയോ ഇനി മാറ്റുകൂട്ടുകയുള്ളൂ, അല്ലാതെ അത് കുറയില്ല. പക്ഷേ ഇത് ഒട്ടും ശരിയായില്ല. വളരെ വഞ്ചനാപരമായിട്ടുള്ളൊരു സമീപനമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല പിണറായി വിജയൻ. ഇന്നത്തെ പിണറായി സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ടുള്ള KV തോമസിനുണ്ടായ വിവേകമെങ്കിലും കാണിക്കേണ്ടതല്ലേ ഈ പിണറായിയും കൂട്ടരും? തോമസ് പറഞ്ഞ ഒരു ചരിത്രമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അയാൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ 2015 ഡൽഹിയിലേക്കുള്ള ഒരു വിമാനയാത്രയിൽ വിഴിഞ്ഞം നിർമ്മാണം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്ന് ഖേദത്തോടുകൂടി ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പദ്ധതി നഷ്ടപ്പെടുമോ എന്നായിരുന്നു ചാണ്ടിയുടെ ആശങ്കയെന്നുകൂടി തോമസ് ഓർത്തു വെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കഥകളിൽ. ഗൗതം അദാനിയുമായി തനിക്ക് അടുപ്പമുണ്ട് എന്നും, പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനിയുമായിട്ടുള്ള എതിർപ്പ് അത് പരിഹരിച്ചാൽ താൻ എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയെ കാണാൻ അദാനി സമ്മതമറിയിച്ചതും ഇതൊക്കെ ചരിത്രമായി നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അദാനിയെ ബന്ധപ്പെട്ടപ്പോൾ അന്ന് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും 2000 ഏക്കർ സൗജന്യമായിട്ട് തരാമെന്ന തമിഴ്നാടിൻ്റെ വാഗ്ദാനവുമൊക്കെ അന്ന് ഈ ഗൗതം അദാനി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KV തോമസിനോട് പറയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഡൽഹിയിൽ ഇരു കൂട്ടരും വലിയ ചർച്ച നടത്തി. വീണ്ടും വീണ്ടും ഉമ്മൻചാണ്ടിയും അദാനിയും മാത്രമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ പലവിധ ചർച്ചകൾക്ക് ശേഷമാണ്
ഈ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു താൻ കേരളത്തിലേക്ക് വരുമെന്ന് അദാനി തന്നെ സമ്മതിക്കുന്നു. പദ്ധതി ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറാകുന്നു. പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് സോണിയാഗാന്ധിയെ ഉമ്മൻചാണ്ടി ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആ സമയം കൊണ്ട്. അങ്ങനെ അത്ര കഷ്ടപ്പെട്ടാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ പദ്ധതി നടപ്പിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അദാനിക്കെതിരെ ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കളടക്കം കത്തെഴുതിയെങ്കിൽ കൂടിയും ഉമ്മൻചാണ്ടിയുടെ ചടിലമായ നീക്കം അതിനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും. പദ്ധതി നടപ്പിലാക്കാൻ വേണ്ട ശക്തമായിട്ടുള്ള തീരുമാനമായിരുന്നു പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഉത്സവ പ്രതീതിയിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയുമൊക്കെ ചേർന്ന് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഇദ്ദേഹത്തെ മറന്നുപോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ഇവർ മനസ്സിലാക്കേണ്ടതല്ലേ? ഉദ്ഘാടന സമയത്തും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം അത് തുടരുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും ഖേദകരമാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ക്രെഡിറ്റ് വിവാദം കത്തി നിൽക്കെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിസ്തൂലമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഇനി വിഴിഞ്ഞം കരാർ ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറാകാതിരുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിനെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതും അതിനായുള്ള ചർച്ചകൾ നടത്തിയതും ഉമ്മൻചാണ്ടിയാണ് എന്നത് വ്യക്തവുമാണ്. അത് കേരളം മറന്നിട്ടില്ല. ഉമ്മൻചാണ്ടി കേരളത്തെയും ഭാരതത്തെയും സംബന്ധിച്ച് അഭിമാന ദിവസമാണെന്ന്. എന്നാൽ സർക്കാർ ആ ഉത്തരവാദിത്തം കാട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിക്കാതെ അവഹേളിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു പിണറായി സർക്കാർ എന്നുള്ളതാണ്. പിണറായി പറഞ്ഞത് ഉമ്മൻചാണ്ടി കല്ലു മാത്രം ഇട്ടു എന്നും കല്ലിട്ടാൽ കപ്പലോടില്ല എന്നും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പിണറായി വിജയന്റെ വാചകങ്ങളാണ് കേട്ടോ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരണം എന്ന് പറയപ്പെടുന്ന പച്ചക്കള്ളമാണ്. ഒരു കല്ല് മാത്രം ഇട്ടു എന്നത് സ്ഥിരം ക്യാപ്സൂളായി CPM പ്രചരിപ്പിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വെറും പച്ചക്കള്ളമാണ് എന്ന് ആർക്കാണ് അറിഞ്ഞൂടാത്തത്? 2004 ആദ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ ഈ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. 2006 വരെ ആ ശ്രമം തുടർന്നിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പൂർത്തിയായിരുന്നില്ല. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പൂർണ്ണതയിലെത്തിയില്ല എന്നുള്ളതാണ്. അന്ന് ഒരു ചൈനീസ് കമ്പനിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയിരുന്നത്. അതിനാൽ തന്നെ അനുമതി കിട്ടിയിരുന്നുമില്ല. എന്നാൽ പക്ഷേ എന്ത് സംഭവിച്ചു? തുറമുഖം ഒരു 5 വർഷം വൈകിപ്പിച്ചത് CPMന്റെ ഈ അച്യുതാനന്ദൻ സർക്കാരാണ്. പിന്നീട് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി. ആ സമയത്താണ് പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള നിർണായക അനുമതികളെല്ലാം തന്നെ വാങ്ങിക്കൂട്ടിയത്. തുടർന്ന് കൗണ്ട് ഡൗൺ തുടങ്ങി നിർമ്മാണം വരെ ആരംഭിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നുള്ളത് മറന്നു പോകരുത്. വിഴിഞ്ഞം എന്ന് പറയപ്പെടുന്ന 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടൽക്കൊള്ള എന്ന് എഴുതിയത് അന്നത്തെ ഇവരുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയും. അന്ന് ഉമ്മൻചാണ്ടിയെയും UDFനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുവാനുള്ള കഴിവും ഈ സർക്കാരിനില്ല. അപ്പോൾ ഈ പദ്ധതിയെ തകർക്കാൻ പിണറായിയുടെ CPM അന്ന് നോക്കിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കും അല്ലെങ്കിൽ നടപ്പിലാക്കിയിരിക്കുമെന്നും അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നും ഉമ്മൻചാണ്ടി നിയമസഭയിൽ അസന്നിഗ്ധമായി പറഞ്ഞതും ആരും മറന്നിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രമായിട്ട് PR വർക്കുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പരമാവധി കോൺഗ്രസ് നേതാക്കളെ അടക്കം ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ഒരു ശ്രമം ഈ സർക്കാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അപലപനീയമാണ്, കൂടാതെ ശുദ്ധ പോക്രിത്തരവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പദ്ധതിയുടെ ഇന്നിതാ വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒറ്റ നേതാവിലേക്ക് അത് ഒതുക്കിയെടുത്ത് താൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് എന്ന് ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു ശുദ്ധ പോക്രിത്തരമാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനെ വഞ്ചനയുടെ ആഘോഷമായി പറയേണ്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്ന എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം ഈ സർക്കാരിന് വേണം, പിണറായി വിജയന് വേണം.
ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എന്ന് പറയപ്പെടുന്നത് ദീർഘനാൾ ഈ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും, വിഴിഞ്ഞം പദ്ധതി എത്രത്തോളം മുന്നോട്ട് പോയാലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.